തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകാൻ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, നേരത്തെ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ അടക്ക സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനുമതി നിഷേധിക്കുന്ന ഘട്ടമുണ്ടായത്. ഇന്ന് കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? BJPയുടെ തയ്യാറെടുപ്പുകൾ എങ്ങനെ? ഗൂഗിൾ 98-ൽ, അതായത് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ 98-ലുണ്ടായ സ്ഫോടനം, അതായിരുന്നു പ്രധാനമായും അനുമതി നിഷേധിച്ചതിന് കോയമ്പത്തൂർ സിറ്റി പോലീസ് പറഞ്ഞിരുന്ന ഒരു കാര്യം. മറ്റൊന്ന് പൊതുപരീക്ഷയാണ്. മാത്രമല്ല, പൊതുപരീക്ഷ നടക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഫ്ലക്സ് നിരോധനം, സംസ്ഥാനത്ത് മുഴുവൻ ഫ്ലക്സ് നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഫ്ലക്സ് നിരോധനമുള്ളതാണ്. അവിടെ ഫ്ലക്സുകൾ സ്ഥാപിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും സിറ്റി പോലീസ് ഈ പറഞ്ഞ രീതിയിൽ കോടതിയെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ആനന്ദ് വെങ്കടേഷ് ഇതിനിപ്പോൾ അനുമതി നൽകണമെന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം, മറ്റു മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അവിടെ റാലി നടത്താൻ അനുമതി നൽകണമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് വിധിയിൽ വന്ന ഉത്തരവിൽ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പറയുകയും ചെയ്തിട്ടുള്ളത്. 18-ാം തീയതിയാണ് ഈ റാലി നടക്കുന്നത്. അതായത് KS പുരം മുതൽ മേട്ടുപ്പാളയം റോഡ് മുതൽ KS പുരം വരെയുള്ള 4 കിലോമീറ്ററാണ് അനുമതിക്കായി നൽകിയിരുന്നത്. അവിടെയാണ് റോഡ് ഷോ നടക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. അതിന് കൃത്യമായ അനുമതി തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ കന്യാകുമാരിയിലാണ് അദ്ദേഹത്തിന്റെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനം തുടങ്ങുന്നത്. രൂക്ഷമായ വിമർശനമാണ് DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. തമിഴ്നാട്ടിൽ BJPയെ വലിയ തോതിൽ തന്നെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തോടുകൂടി, തമിഴ്നാട്ടിലെ വിജയത്തോടുകൂടി ഇന്ത്യ സഖ്യം, DMK കോൺഗ്രസ് സഖ്യം തകർന്നടിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, DMK എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. മാത്രമല്ല, സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും തന്നെ, സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ DMK ചെയ്തിട്ടില്ല തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനമാണ് എന്തായാലും കന്യാകുമാരിയിൽ അദ്ദേഹം ഉന്നയിച്ചത്. ഇനിയിപ്പോൾ 2-3 ദിവസങ്ങൾ കൂടി എന്തായാലും ദക്ഷിണേന്ത്യൻ പര്യടനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാകും. ശരി മനീഷ്, ഏതായാലും തെക്കേ ഇന്ത്യയിലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ കോട്ട പൊളിക്കുക എന്ന് തന്നെയാണ് മോദിയുടെയും BJPയുടെയും ലക്ഷ്യം. അടിക്കടി റാലികൾ, കോയമ്പത്തൂരിലും റോഡ് ഷോ നടത്താൻ അനുമതി നൽകിയിരിക്കുന്നു. കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു.